CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ISLന്റെ 12ാമത്തെ സീസൺ തുടങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ 12ാമത്തെ സീസണിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന പരിശീലകൻ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നുള്ള ഈ ഒരു ടീം വിട്ടതായി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായിട്ടുള്ള വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്ന ഒരു പരിശീലകനായിരുന്നു റഫ മോണ്ടിഗ്രോ എന്നുള്ള ഒരു പരിശീലകൻ എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ സ്ട്രെങ്ത്തും കണ്ടീഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പരിശീലകനായിരുന്നു റഫ എന്നുള്ളത്. ഏതായാലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് FC വിട്ടതായി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ രണ്ട് പരിശീലകന്മാരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ISLന്റെ 12ാമത്തെ സീസൺ എന്നുള്ള ആ ഒരു വലിയ സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നോടി ആയിക്കൊണ്ട് തന്നെ പുതിയ പരിശീലകരിൽ ഒരാൾ ഇപ്പോൾ ടീം വിട്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല ബ്ലാസ്റ്റേഴ്സിലെ കുറച്ച് താരങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഒന്ന് നോക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ കഴിഞ്ഞ സീസണിൽ മോശം ഫോമിൽ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ISL പോയിന്റ് ടേബിളിൽ ആദ്യ 6 സ്ഥാനങ്ങളിൽ പോലും ഇടം നേടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി കാഴ്ചവെച്ച പ്രകടനത്തിൽ താരങ്ങൾ നിരാശരാണെന്നും ഈ താരങ്ങളെ അടുത്ത സീസണിലേക്ക് മികച്ച ഫോമിൽ തയ്യാറാക്കണം എന്നുള്ള ആഗ്രഹം പങ്കുവച്ചിരിക്കുകയാണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ മെന്റാലിറ്റി മാറ്റിയെടുക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഡേവിഡ് കാറ്റാല പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ ചില താരങ്ങൾ ഈ ഒരു സീസണിലെ പ്രകടനത്തിൽ വളരെയധികം നിരാശരാണെന്നും പക്ഷേ നമ്മൾ അവരെ ഒന്നും കൈവിടാതെ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നുമാണ് ഡേവിഡ് കാറ്റാല പറഞ്ഞിട്ടുള്ളത്. 3 സീസണുകളിൽ പ്ലേ ഓഫ് സ്ഥാനം തുടർച്ചയായി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ആണ് ഈ കഴിഞ്ഞ സീസണിൽ അതുപോലും ലഭിക്കാതെ പുറത്തായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ സീസണിലേക്ക് വേണ്ടി കാലെടുത്ത് വെക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയ്ക്ക് അടുത്ത സീസൺ നല്ല രീതിയിൽ തന്നെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിലേക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC പുതിയ വിദേശ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ പരിക്ക് ബാധിച്ച് നായകനായിട്ടുള്ള അഡ്രിയാൻ ലൂണ പുറത്തായിരുന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പകരക്കാരനായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ലിത്വാനിയൻ ദേശീയ ടീം നായകനായിട്ടുള്ള ഫെഡോർ സെർണിച്ച് എന്നുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച പ്രകടനം നടത്തിയ താരം 10 മത്സരങ്ങളിൽ നിന്നും 3 ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മാൾട്ടക്കെതിരെ കളിച്ച ഫെഡോർ സെർണിച്ച് കരിയർ ലിത്വാനിയയ്ക്ക് വേണ്ടി 100 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ 2012 മുതൽ കളിക്കുന്ന താരം ഈ 100 മത്സരങ്ങളിൽ നിന്നും 15 ഗോളുകളും സ്വന്തം രാജ്യത്തിന് വേണ്ടി നേടിയിട്ടുണ്ട്. അതേസമയം മാൾട്ടക്കെതിരായിട്ടുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചിട്ടുമുണ്ട്. ഏതായാലും ലൂണയ്ക്ക് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന താരം നിലവിൽ നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ ടീമിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.